വണ്ടൂർ സഹ്യ കോളേജിലെ ബികോം കൊമേഴ്സ് വിദ്യാർത്ഥിനി സി വീണ ബാബുരാജ് ജീവിതത്തിൽ ആദ്യമായി ഗ്രാമഫോണിൽ ഒരു പാട്ട് കേട്ടു. പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജിന്റെ സംഗീതത്തിൽ S ജാനകി പാടിയ 1963 മൂടുപടം എന്ന സിനിമയിലെ പാട്ട്. പാടുന്നവരുടെ ശബ്ദം ഇത്ര കണ്ട് ആസ്വദിക്കുവാൻ പറ്റുന്ന മറ്റൊരു ഉപകരണം ഇല്ലെന്നത് പാട്ട് കേട്ടതോടെ വീണയ്ക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗ്രാമഫോൺ പറയുന്ന ഇൻസ്ട്രുമെന്റ് കാണുന്നത്. എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് പാട്ട് കേൾക്കാൻ പണ്ടത്തെ പാട്ട് കേൾക്കണ പോലെ തന്നെ ആ ഒരു ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെന്താ അത് ചെയ്യണത് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പോലത്തെ ഒന്നും അല്ല. നമ്മള് ഫോണിൽ ജസ്റ്റ് പാട്ട് എടുക്കുക കേൾക്കുക അതുപോലെ ഒന്നല്ല. ഫോൺ എടുക്കണ ആ ഒരു ഫീൽ അല്ല. പണ്ടത്തെ ആ പാട്ട് വെച്ച് അത് ബാറ്ററിക്കൊന്നും അല്ലാതെ ചാർജ് ചെയ്തിട്ട് അതിന്റെ ഒരു പാട്ടിന്റെ ഡിസ്ക് വെച്ച് അതിങ്ങനെ കറങ്ങി അതിലെ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും നല്ലൊരു ഫീൽ ഗുഡാണ്. വീണയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമഫോണും അതിലെ പാട്ടും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. വണ്ടൂർ സഹ്യ കോളേജ് മാനേജ്മെന്റ് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തിരുവാലി സ്വദേശി അനിൽ പ്രകാശ് ഒരുക്കിയ പുരാവസ്തുക്കളുടെ അമൂല്യ ശേഖരണത്തിൽ നിന്നുമാണ് വീണ ഗ്രാമഫോൺ കണ്ടതും അതിലെ പാട്ട് ആസ്വദിച്ചതും. പഴമയുടെ പൈതൃകം വിളിച്ചോതുന്ന പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അനിൽ പ്രകാശിന്റെ കയ്യിൽ. കൂട്ടുകാർക്കൊപ്പമാണ് വീണ പുരാവസ്തു പ്രദർശനം കാണുവാനായെത്തിയത്. ഗ്രാമഫോൺ കണ്ട് കൌതുകം തോന്നിയതോടെ അതിലൂടെ പാട്ട് കേൾക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതിന് ബാറ്ററി കറണ്ട് അതൊന്നും വേണ്ട. ഇതിന് ചാവി എടുക്കുക ചെയ്യാം. ഇതിനുള്ളിൽ ഓലയാണ്. നമ്മളിങ്ങനെ ചാവി എടുത്തുകൊണ്ട് ഇങ്ങനെ ചാവി എടുത്തുകൊണ്ട് നിൽക്കുക. ആദ്യം ചാവി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്ത് ഇത് ടൈറ്റ് ആകുമ്പോൾ നിർത്തിയതിനു ശേഷം ഇതിനെ ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ ഇത് കറങ്ങുമ്പോൾ നമ്മളിതിൻ്റെ ഈ സൂചി എടുത്ത് വയ്ക്കും. ഇതിനെ സൗണ്ട് ബോക്സ് എന്നാ പറയുക. അപ്പൊ ഇതിന്റെ ഈ സൂചി എടുത്ത് വയ്ക്കുമ്പോൾ ഇതിന് നിറയെ ചെറിയ വരകളുണ്ട്. ആ വരകളിലാണ് പാട്ട്. അപ്പോൾ ഈ സൂചി പോണനുസരിച്ച് ആ പാട്ടുകൾ അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. വീണയ്ക്ക് മാത്രമല്ല പ്രദർശനം കാണാനെത്തിയ എല്ലാവർക്കും ഗ്രാമഫോണിലെ പാട്ട് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു.